ബൈസിക്കിൾ തീവ്സ് നിയോ റിയലിസം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മൂവിയാണ് വിക്ടോറിയോ ഡെക്സിക്കയുടെ ബൈസിക്കിൾ തീവ്സ്. അതേസമയം നിയോ റിയലിസം എന്ന ടേം നിങ്ങൾക്ക് പുതിയതായിരിക്കും. നിയോ റിയലിസം ഒരു മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ സവിശേഷതകളും കൂടാതെ ബൈസിക്കിൾ തീവ്സിൽ നിയോ റിയലിസം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ബൈസിക്കിൾ തീവ്സ്, നിയോ റിയലിസം. ബൈസിക്കിൾ തീവ്സ് എന്ന ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ലൂഗി ബാർട്ടോളിനിയാണ്. അതേസമയം ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വിക്ടോറിയോ ഡാസിക്കയാണ്. ബൈസിക്കിൾ തീവ്സ് ഈസ് ദ സ്റ്റോറി റിട്ടൺ ബൈ ലൂഗി ബാർട്ടോളിനി ആൻഡ് ദ ഫിലിം വാസ് ഡയറക്റ്റഡ് ബൈ വിക്ടോറിയോ ഡാസിക്കെ. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഫിലിമിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെ നെയിംസ് ആണ്. ആന്റോണിയോ റിച്ചി, മറിയ, ബ്രൂണോ. ആന്റോണിയോ റിച്ചിയാണ് ഈ ഫിലിമിലെ പ്രൊട്ടഗോണിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് മറിയ, അവരുടെ സണ്ണാണ് ബ്രൂണോ. സോ ഈ സ്റ്റോറി പ്രധാനമായും റിവോൾവ് ചെയ്ത് കിടക്കുന്നത് ഈ മൂന്ന് ക്യാരക്ടേഴ്സിലാണ്: ആന്റോണിയോ റിച്ചി, മറിയ ആൻഡ് ബ്രൂണോ. 1948 ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. കൂടാതെ ദിസ് മൂവി വോൺ ഓസ്കർ അവാർഡ് ഇൻ 1950 ഈ മൂവിക്ക് ഓസ്കാർ അവാർഡ് ലഭിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പ്രോഫിറ്റിനോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു സിനിമയല്ല ബൈസിക്കിൾ തീവ്സ്. മറിച്ച് ഇറ്റ് ക്വസ്റ്റ്യൻസ് ദ ഗവൺമെൻറ്, ഇറ്റ് ക്വസ്റ്റ്യൻസ് ദ ഡെമോക്രസി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റാലിയൻ സിറ്റിസൺസ് നേരിട്ടിരുന്ന സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ്, അവരനുഭവിച്ചിരുന്ന സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആണ് ഈ മൂവിയിലൂടെ ഡെപ്പിക്റ്റ് ചെയ്യപ്പെടുന്നത്. The point we have to focus here is Bicycle Thieves is an excellent example of neo-realism. ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് ബൈസിക്കിൾ തീവ്സ് ഒരു നിയോ റിയലിസ്റ്റിക് മൂവി ആണ് എന്നതാണ്. സോ ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ ടേം നിയോ റിയലിസം, it needs to talk about the plot of the film Bicycle Thieves. ഈ മൂവിയുടെ ലിങ്ക് നമ്മൾ മുമ്പേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലാസ് വാച്ച് ചെയ്യുക. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ മൂവിയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കാം. In this movie, we can find economic crisis of an unemployed man and his struggle to be employed and earn money. His attempt to escape from the poverty is clear here. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആന്റോണിയോ റിച്ചിയാണ് ഈ സിനിമയിലെ പ്രൊട്ടഗോണിസ്റ്റ്. As we watched in the movie, he finds a job that needs a bicycle. പക്ഷെ ഒരു ബൈസിക്കിൾ വാങ്ങിക്കാനുള്ള ക്യാഷ് പോലും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. സോ ഹിസ് വൈഫ് മറിയ സെൽസ് ദ ബെഡ്ഷീറ്റ്സ് ടു സെക്യൂർ മണി ടു ബൈ എ ബൈസിക്കിൾ. Unfortunately, at the first day of his job, the bicycle was stolen by a thief. പിന്നീട് ആന്റോണിയോ റിച്ചിയും അവരുടെ സണ്ണായ ബ്രൂണോയും
ആ സിറ്റിയിലുടനീളം മോഷണം പോയ ബൈസിക്കിളിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണ്. ഹിസ് സൺ ഈസ് ഏബിൾ ടു എംപതൈസ് വിത്ത് ഹിസ് ഫാദർ. പക്ഷെ അവർക്ക് ആ ബൈസിക്കിൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇഫ് ഹി ഡിഡ്ന്റ് ഗെറ്റ് ദ ബൈസിക്കിൾ ഹി വിൽ ലോസ് ഹിസ് ജോബ്. ആ ബൈസിക്കിൾ ലഭിച്ചില്ലെങ്കിൽ ആന്റോണിയോയ്ക്ക് തൻ്റെ ജോബ് എന്തായാലും നഷ്ടപ്പെടും. ഒരു ജോലി അത്യാവശ്യമായതുകൊണ്ട് തന്നെ ആന്റോണിയോ റിച്ചി മറ്റൊരാളുടെ ബൈസിക്കിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ the crowd gathers, catch and hits him. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും സൈക്കിളിൻ്റെ ഉടമസ്ഥൻ അത്തരത്തിലൊരു കംപ്ലയിൻസ് ഒന്നും വേണ്ട, വെറുതെ വിടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ റിച്ചിയും മകനും നിസ്സഹായരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ട്രാജിക് എൻഡിങ് ആണ്. സോ ഇത്രയാണ് ബൈസിക്കിൾ തീവ്സിൻ്റെ സമ്മറി. So, as we said earlier, here in the movie, the viewers get an image of a young man who needs a job and battles against poverty. The character Antonio Ricci is not only represents the issues of an individual, but focused on the lives of a group of people in Italy after the World War, Second World War, after the Second World War. ഇനി നിയോ റിയലിസം എന്താണെന്ന് നോക്കാം. നിയോ റിയലിസം, ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് emerged from the period of 1943 to 1952. 1943 മുതൽ 1952 വരെയുള്ള കാലയളവിൽ എമേർജ് ചെയ്യപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആണ് നിയോ റിയലിസം. അതായത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം എമേർജ് ചെയ്യപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആണിത്. ഇനി ഈ വാക്കിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിയോ ആൻഡ് റിയലിസം മീൻസ് ന്യൂ ആൻഡ് റിയാലിറ്റി റെസ്പെക്റ്റീവ്ലി. നിയോ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂ എന്നാണ്. റിയലിസം മീൻസ് റിയാലിറ്റി. ഓൾറെഡി റിയലിസം എന്നൊരു മൂവ്മെൻറ്റ് നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ന്യൂ റിയാലിറ്റി, നിയോ റിയലിസം മീൻസ് ന്യൂ റിയാലിറ്റി, ന്യൂ റിയാലിറ്റി എന്നൊരു പേര് ഈ മൂവ്മെൻറ്റിന് നൽകിയത്. ആ പേരിൽ പറയുന്നത് പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ക്രൈസിസുകൾ, അതാണ് ലിറ്ററേച്ചറിലൂടെ ആയാലും അല്ലെങ്കിൽ ഫിലിമിലൂടെ ആയാലും അവർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. നിയോ റിയലിസത്തിൻ്റെ സെൻട്രൽ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആണ്. സോ ഈ മൂവ്മെൻറ്റ് എമേർജ് ചെയ്യപ്പെടുന്ന സമയത്ത് നിലനിന്നിരുന്ന ഫിലിം മേക്കേഴ്സ് അവർ തൻ്റെ സിനിമകളെ ഒരു ഉപാധിയായിട്ട് യൂസ് ചെയ്യുകയായിരുന്നു. റിയാലിറ്റി റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് ഫിലിം മേക്കേഴ്സും അവരുടെ മൂവീസിനെ യൂസ് ചെയ്യുകയായിരുന്നു. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഫിലിം മേക്കേഴ്സ് used their movies as a medium to communicate reality to the audience. ഓഡിയൻസുമായി റിയാലിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മീഡിയ ആയിട്ടാണ് അവർ തൻ്റെ ഫിലിംസിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മൂവീസിനെ നമ്മൾ നിയോ റിയലിസ്റ്റിക് മൂവീസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ നിയോ റിയലിസ്റ്റിക് മൂവീസ് ആർ ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. നിയോ റിയലിസ്റ്റിക് മൂവീസ് ആർ ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. ഫിലിം മേക്കേഴ്സ് communicated reality to the viewers through their films.
ഫിലിം മേക്കേഴ്സ് അവരുടെ സിനിമകളിലൂടെ കാണികളുമായി റിയാലിറ്റിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിയോ റിയലിസ്റ്റിക് മൂവീസ് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളെ, റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നിലനിൽക്കുന്ന പ്രോബ്ലംസിനെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ബൈസിക്കിൾ തീവ്സിൽ ആന്റോണിയോ റിച്ചി എന്ന ക്യാരക്ടർ പ്രതിനിധീകരിക്കുന്നത് അത്തരത്തിലൊരു സമൂഹത്തെയാണ്. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഇറ്റാലിയൻ സിറ്റിസൺസ് അവർ നേരിട്ടിരുന്ന എക്കണോമിക് ക്രൈസിസിനെയാണ് ആന്റോണിയോ റിച്ചി ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. നമുക്കറിയാം, ഏതൊരു യുദ്ധവും ആ രാജ്യത്തെ സാമൂഹികപരമായും സാമ്പത്തികപരമായും പ്രതിസന്ധിയിലാക്കും. ഇത്തരത്തിലുള്ള യുദ്ധാനന്തര ഫലങ്ങളെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിലുള്ള വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ അല്ലെങ്കിൽ ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് പീപ്പിളിനെയാണ്. അത്തരത്തിലുള്ള വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ സഫറിങ്സ്, അവരുടെ ഡിപ്രഷൻസ്, ഇവയെല്ലാമാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ, ഈ ഒരു ഫിലിമിലൂടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ ഒരു കണ്ടീഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, പോവേർട്ടിക്കെതിരെയുള്ള അവരുടെ ഒരു ഫൈറ്റിംഗ്, പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ഒരു ശ്രമം, ഇതെല്ലാം നമുക്ക് ആന്റോണിയോ റിച്ചി എന്ന ക്യാരക്ടറിലൂടെ വ്യക്തമാണ്. കൂടാതെ അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് ജോലി ലഭിക്കുന്നത്. ആന്റോണിയോ റിച്ചിക്ക് മാത്രമാണ് ജോലി ലഭിക്കുന്നത്. ബാക്കിയുള്ള അത്രയും ജനങ്ങൾ തൊഴിൽ രഹിതരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു തൊഴിലില്ലായ്മ, വേൾഡ് വാർ സെക്കൻഡിന് ശേഷം അവർ നേരിട്ടിരുന്ന എക്കണോമിക് ക്രൈസിസ്, പോവേർട്ടി, തൊഴിലില്ലായ്മ, ഇതെല്ലാം നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിയാലിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റിയാലിറ്റിയാണ് ഈ സിനിമ കാഴ്ചവെക്കുന്നത്. കൂടാതെ നമുക്കറിയാം, യഥാർത്ഥ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായെന്ന് വരില്ല. ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് സൊല്യൂഷൻ ടു ഓൾ പ്രോബ്ലംസ്. ഇതുതന്നെയാണ് ബൈസിക്കിൾ തീവ്സിലും സംഭവിക്കുന്നത്. റിച്ചിക്ക് തൻ്റെ സോൾവ് ചെയ്യാൻ ആന്റോണിയോ റിച്ചിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ബൈസിക്കിൾ തീവ്സ് എന്ന ഈ മൂവിക്ക് ഒരു ഹാപ്പി എൻഡിങ് ഇല്ല. ദാറ്റ് ഹാവ് എ ട്രാജിക് എൻഡിങ്. ആന്റോണിയോ റിച്ചിയും തൻ്റെ മകൻ ബ്രൂണോയും ജീവിതത്തിൽ നിസ്സഹായരായി നിൽക്കുന്നതാണ് ഈ സിനിമയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സിനിമയിൽ നമുക്ക് ഗ്ലാമറസ് ലൈഫ് അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസോ ആക്സസറീസോ പ്രോസ്പിരിറ്റി തുടങ്ങിയവയൊന്നും കാണാൻ സാധിക്കില്ല. വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ ജീവിതം എപ്പോഴും സഫറിങ്സ്, ട്രാജഡീസ് അല്ലെങ്കിൽ കഷ്ടതകൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ചും ഒരു യുദ്ധം അവരുടെ രാജ്യത്തെ സാമ്പത്തികപരമായി തകർക്കുമ്പോൾ. സെക്കൻഡ് വേൾഡ് വാർ അവരെ തൊഴിലില്ലായ്മയിലേക്കും അതുപോലെ തന്നെ പോവേർട്ടിയിലേക്കും നയിച്ചു. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇറ്റലിയിൽ നിലനിന്നിരുന്ന വർക്കിംഗ് ക്ലാസ് സിറ്റിസൺസിൻ്റെ എക്കണോമിക് സ്ട്രഗിളും ദയർ അറ്റംപ്റ്റ് ടു എസ്കേപ്പ് ഫ്രം പോവേർട്ടി ആൻഡ് ദയർ നീഡ് ടു ബി എംപ്ലോയിഡ്, ഇവയെല്ലാം നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. കൂടാതെ ദയർ സെർച്ച് ഫോർ പ്രോസ്പിരിറ്റി, ദയർ സെർച്ച് ഫോർ ബെറ്റർ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്, അതുകൂടി ഇവിടെ വ്യക്തമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സ് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യുകയാണ്, ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ബൈസിക്കിൾ തീവ്സ് ഒരു നിയോ റിയലിസ്റ്റിക് മൂവിയാണ്. നിയോ റിയലിസത്തിൻ്റെ പ്രധാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക എന്നതാണ്. ബൈസിക്കിൾ തീവ്സ് എന്ന ഫിലിം
ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഇറ്റാലിയൻ സിറ്റിസൺസ്, വർക്കിംഗ് ക്ലാസ് പീപ്പിൾ നേരിട്ടിരുന്ന എക്കണോമിക് സ്ട്രഗിൾസും അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ പോവേർട്ടി എല്ലാമാണ് ആൻറ്റോണിയോ റിച്ചി എന്ന പ്രൊട്ടഗോണിസ്റ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോ റിയലിസ്റ്റിക് മൂവിയാണ്. ഇനി ബൈസിക്കിൾ തീവ്സിൽ അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ്, നിയോ റിയലിസ്റ്റിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഒരു നിയോ റിയലിസ്റ്റിക് മൂവി എന്ന നിലയിൽ ബൈസിക്കിൾ തീവ്സിൻ്റെ മറ്റു ഫീച്ചേഴ്സാണ് ഇവിടെ പോയിൻറ്റ്സായി നൽകിയിട്ടുള്ളത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, picturization of problems in everyday life, short in length, real life locations are used, the concept of hero and villain is not found, avoid luxurious costumes and settings, non-professional actors, use of mise-en-scene, shoot in available light, used complex and rich environments. നിയോ റിയലിസ്റ്റിക് മൂവീസ് കൊമേഴ്ഷ്യൽ പ്രോഫിറ്റിന് വേണ്ടിയും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സിനിമകളല്ല, മറിച്ച് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് നിയോ റിയലിസ്റ്റിക് മൂവീസ്. മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിയോ റിയലിസ്റ്റിക് മൂവീസിന് ലെങ്ത് കുറവാണെങ്കിൽ കൂടിയും അതിലൂടെ കൺവേ ചെയ്യപ്പെടുന്ന മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ബൈസിക്കിൾ തീവ്സിലാണെങ്കിലും ആ സിനിമയിലൂടെ കൺവേ ചെയ്യപ്പെടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് നിയോ റിയലിസ്റ്റിക് മൂവീസിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. കൂടാതെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ, സാധാരണ ജനങ്ങളുടെ അവരുടെ പ്രദേശങ്ങളിലേക്ക്, അവരുടെ വർക്കിംഗ് പ്ലേസുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളെ ലൊക്കേഷനാക്കി മാറ്റിക്കൊണ്ടാണ് നിയോ റിയലിസ്റ്റിക് മൂവീസ് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ലക്ഷറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസോ ലൊക്കേഷൻസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മാത്രമല്ല അവൈലബിൾ ലൈറ്റിലാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റുഡിയോയിൽ വച്ചോ അല്ലെങ്കിൽ മറ്റ് ക്രിയേറ്റീവ് ഓർ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റോ ഒന്നും ഉപയോഗിക്കാതെയാണ്, റിയാലിറ്റിയുമായി അത്രയും ചേർന്ന് നിൽക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് എല്ലാ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് നിയോ റിയലിസ്റ്റിക് ഫിലിംസ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിയോ റിയലിസ്റ്റിക് ഫിലിംസിൽ അഭിനയിക്കുന്ന എല്ലാ ആക്ടേഴ്സും നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയിരിക്കും. സാധാരണ ഓർഡിനറി പീപ്പിളാണ് ഈ സിനിമകളിലേക്ക് അഭിനയിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത്തരത്തിൽ നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആവുമ്പോൾ അവർ എയിം ചെയ്യുന്നത് സ്റ്റാർഡം ആയിരിക്കും. കൂടാതെ അവർ പരിശീലനങ്ങളിലൂടെ നേടിയെടുത്ത പൊട്ടൻഷ്യൽസ് ഉണ്ടായിരിക്കും, ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവ രണ്ടും ഒഴിവാക്കാനായിട്ടാണ്, സ്റ്റാർഡവും ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽസും ഇവ രണ്ടും ഒഴിവാക്കാനായിട്ടാണ് നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സിനെ നിയോ റിയലിസ്റ്റിക് ഫിലിംസിൽ അഭിനയിപ്പിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, യൂസ് ഓഫ് മൈസെൻസീൻ. മൈസെൻസീൻ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ മൈസെൻസി ആ ഒരു റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈസെൻസീൻ എന്ന
ടെക്നിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ക്യാമറ ടെക്നിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷൂട്ട് ഇൻ അവൈലബിൾ ലൈറ്റ്, മറ്റ് ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഒന്നും ഉപയോഗിക്കാതെ അവൈലബിൾ ലൈറ്റിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ് യൂസ്ഡ് കോംപ്ലക്സ് ആൻഡ് റിച്ച് എൻവിറോൺമെന്റ്സ്. ബൈസിക്കിൾ തീവ്സ് കാണുമ്പോഴേ അറിയാം, അവിടെ ഓരോ സീനും ചിത്രീകരിക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത് ആൻഷ്യന്റ് ബിൽഡിങ്സ് അല്ലെങ്കിൽ മോണുമെന്റ്സുകൾ അടങ്ങിയിട്ടുള്ള ബിൽഡിങ്സ്, സിഗ്സാഗ് ആയിട്ടുള്ള വഴികൾ, ക്രൗഡഡ് സ്ട്രീറ്റ്സ്, ക്രൗഡഡ് ആയിട്ടുള്ള റോഡ്, ദെൻ ട്രേഡേഴ്സ്, ചേർച്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആണ് ഓരോ സീനിലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് ചേർന്ന് കിടക്കുന്ന എൻവിറോൺമെൻറ്റ്സ് ആണ് നിയോ റിയലിസ്റ്റിക് മൂവീസിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ.